So, how is that trip? Wonderful. You enjoyed? Amazing. Really enjoyed the trip. നക്രു നാഷണൽ പാർക്കിൽ നിന്ന് നമ്മൾ നേരെ ഇനി മസൈമാര നാഷണൽ പാർക്കിലോട്ടുള്ള യാത്ര തുടരുകയാണ്. നമ്മളുടെ ഈ യാത്രയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഫോറിൻ ട്രിപ്പിൽ ഏറ്റവും മനോഹരമായ യാത്രയാണ് ഇത്. ഇതുപോലത്തെ നല്ല റോഡുകളിൽ കൂടി സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും സാധിക്കാത്ത കാര്യമാണ്. ഡാൻസ് കളിച്ചുള്ള ഡ്രൈവിംഗ് ആണ് നമ്മളുടെ. ഹലോ കിഡ്സ്, ഹലോ. ഇവരെല്ലാം സ്കൂളിൽ പോകുന്നു രാവിലെ. റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ ശോചനീയമായ അവസ്ഥയിലുള്ള റോഡാണിത്. ശരിക്കും പറഞ്ഞാൽ കുണ്ടും കുഴിയും ഭയങ്കര ഗർത്തങ്ങളുമായിട്ടുള്ള റോഡിൽ കൂടെയാണ് നമ്മളിപ്പം സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അധികം സ്പീഡ് എടുത്ത് പോകാൻ പറ്റില്ല. ഒന്നാമത് ഇതൊരു 4-wheel ഡ്രൈവ് ആണ്. ഇച്ചിരി ഈ പറയുന്ന സഫാരിക്ക് പോകുന്ന വണ്ടിയിൽ പോകുന്നതുകൊണ്ട് മാക്സിമം 80 കിലോമീറ്റർ സ്പീഡിൽ ഇത് പോകാൻ പറ്റില്ല. കാര്യം ഇച്ചിരി ഹൈറ്റുള്ള വണ്ടിയാണ്. എന്തായാലും വളരെ സമർത്ഥമായിട്ട് തന്നെ ജാക്സൺ വണ്ടി ഓടിച്ച് നമ്മളെ കൊണ്ട് പോകുന്നുണ്ട്. കുട്ടികളൊക്കെ രാവിലെ സ്കൂളിൽ പോകുന്നു. പിള്ളേരെല്ലാം എപ്പോൾ കണ്ടാലും ടാറ്റയൊക്കെ തന്ന് ചിരിച്ചാണ് അവർ നമ്മളെ ഇത് ചെയ്യുന്നതല്ലേ. നക്രുവിൻ്റെ ഗ്രാമപ്രദേശങ്ങളാണ് കാണുന്നത്. നക്രുവിൻ്റെ ഗ്രാമപ്രദേശങ്ങൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കടകൾ. ഈ കാണുന്ന പെട്ടിക്കടകൾ ഒന്നുമില്ല ഇവിടെ. ഒരു കാറോ അല്ലെന്നുണ്ട് ഒരു ജീപ്പോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു പ്രൈവറ്റ് വണ്ടികളും ഇതുവരെ നമ്മൾ കണ്ടിട്ടേ ഇല്ല. അപ്പോൾ ഇവിടെ ഉള്ളവർക്കൊന്നും വണ്ടി ഇല്ലേ ഒന്നും മനസ്സിലാകുന്നില്ല. കുറച്ച് വളരെ പഴയ ടൈപ്പ് കുറച്ച് ഈ ടെമ്പോ വാൻ പോലത്തെ ചെറിയ ടെമ്പോ ട്രാവൽ പോലത്തെ വണ്ടികളല്ലാതെ അതും വളരെ പഴയത് അല്ലാതെ വേറെ ഒന്നും ഇവിടെ കണ്ടിട്ടില്ല. എല്ലാവരും ഇതുപോലെ നടക്കുകയോ സൈക്കിള് പോലും കണ്ടിട്ടില്ല. ഇപ്പോൾ ഈ ഗ്രാമങ്ങളിലൊന്നും ഒരു വണ്ടി പോലും കിടക്കുന്നത് കാണുന്നില്ല. അത്രയ്ക്കും പാവങ്ങളാണ് ഈ ഏരിയയിലൊക്കെ താമസിക്കുന്നത്. ഇവിടൊന്നും ആയിട്ടില്ല. ആൾക്കാർ മമ്മട്ടിയൊക്കെ പിടിച്ചിങ്ങനെ രാവിലെ കൃഷിയിടങ്ങളിലോട്ട് പോവാണ്. ഇവിടുത്തെ മേജറായിട്ടുള്ളതേ കണ്ടില്ലേ, കുട്ടികൾ വരെ അങ്ങനെയാണ് പോകുന്നത്. അപ്പം ഇവിടെ ഏറ്റവും കൂടുതൽ ഈ ആട് മേയ്ക്കൽ, പശുവിനെ പശുവിനെ കൊണ്ട് പോവുക, അതുപോലെ തന്നെ കൃഷിയിടങ്ങളിൽ പോവുക, ആ ഒരു ലൈഫാണ് ഈ ഒരു നക്രു മേഖലയിൽ കൂടുതൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവരൊക്കെ പണിക്ക് പോവാണ് രാവിലെ, ജോലി സ്ഥലത്തോട്ട് പോവാം. കൊച്ചു കുഞ്ഞുങ്ങൾ നടന്ന് കിലോമീറ്റേഴ്സ് നടന്ന് സ്കൂളിലോട്ട് പോകുന്നു. ഇതിനകത്തൊരു സ്കൂളുണ്ട്. ഇതൊരു സ്കൂളാണ്. ഓക്കെ, അതൊരു സ്കൂളാണ്. ഒന്നൊരു മെയിൻ റോഡിൽ കൂടെ ആലോചിച്ച് നോക്കിയേ. ഈ റോഡിൽ കൂടെയാണ് നമ്മളിപ്പം ഡ്രൈവ് ചെയ്ത് പോകുന്നത്. നമുക്കൊരിക്കലും ചിന്തിക്കാൻ പോലും പറ്റത്തില്ല ഇതുപോലൊരു റോഡ് നമ്മുടെ നാട്ടിൽ കാണാൻ പറ്റുമെന്ന്. അപ്പം ഓരോ നാട്ടിൽ വരുമ്പോഴേ നമുക്ക് മനസ്സിലാകുന്നത് നമ്മുടെ നാടൊക്കെ എത്രയോ ടോപ്പ് ലെവലിലാണ് നിൽക്കുന്നത്. നമുക്ക് ഈ റോഡൊക്കെ പൊളിഞ്ഞ് പറഞ്ഞ് കിടക്കുന്ന റോഡുകൾ അത് കിലോമീറ്റേഴ്സ് ഇങ്ങനെയാണ് കിടക്കുന്നത്. ഇവിടോട്ടൊന്നും തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളതാണ്. ഇവിടെയുള്ള ജനങ്ങൾ നടന്നു പോവാണ്. അവർക്ക് ഇതൊന്നും ഒരു വിഷയമല്ല. പട്ടിണി മാറ്റണം, രാവിലെ കൃഷിയിടങ്ങളിൽ പോകുന്നു. നമ്മളങ്ങനെ ഓടി ഒരു സിറ്റിയിലെത്തിയിരിക്കുകയാണ്. ഇവിടെ എന്താണ് സംഭവം എന്നറിയില്ല. ഭയങ്കര ബഹളവും ഇവിടെ ഒരു വർക്ക് നടക്കുമെന്ന് തോന്നുന്നു. അതിന് റോഡാണോ ഇത് എന്താണെന്നൊന്നും മനസ്സിലാകുന്നില്ല. ആൾക്കാർ കൂട്ടം കൂടി നിൽക്കുന്നുണ്ട്. ഇവിടെ കുറേ തിരക്കുകൾ കാണുന്നു. ഇതൊക്കെ എന്താണ് ഒന്നും മനസ്സിലാകുന്നില്ല. വേറെ ഏതോ ലോകത്ത് വന്ന പോലെ ഫീൽ ചെയ്തു. ഒരു മണിക്കൂർ വണ്ടി ഓടിച്ച് വന്നിട്ട് മൗണ്ടൻ ബോങ്കോ ക്യൂരിയോ ഷോപ്പ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നിർത്തി.
ഇവിടുന്ന് ഫ്രഷായിട്ട് നമുക്കിനി അടുത്ത നമ്മുടെ യാത്ര നക്രൂവിനെ ലക്ഷ്യമാക്കി നമുക്ക് മുന്നോട്ട് പോകാം. ഇവിടുത്തെ ഒരു പെട്രോൾ സ്റ്റേഷൻ ഉണ്ട്, റുബീസ്. ഇവിടെ ഒരു മാർക്കറ്റ് ഗോ ആർട്ട് കഫേ സംഭവം അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മളിവിടെ പെട്രോൾ അടിക്കാൻ എന്തോ കയറി. ഈ ഹോളി ഗോസ്റ്റ് ഭയങ്കരമായിട്ടുള്ളൊരു സ്ഥലമാണ്. എവിടെ നോക്കിയാലും ഹോളി ഗോസ്റ്റാണ്. നോക്ക്, ആ ഒരു അഡ്വർടൈസ്മെന്റ് കൊടുത്തിരിക്കുന്നുണ്ടോ. ഇതെന്തോ ഒരു സ്റ്റേഡിയമാണ്. കളി കാണാനോ പ്രൊട്ടസ്റ്റിനോ എന്തിനാണെന്നറിയില്ല. ഇവിടെ ആൾക്കാരെല്ലാം കൂടിയിട്ടുണ്ട്. എന്താ സംഭവം എന്ന് മനസ്സിലായി. നമ്മളിവിടെ മസായി കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ വന്നതാണ്. അപ്പോൾ അവരെല്ലാം ഒന്ന് കണ്ടിട്ട് പരിചയപ്പെട്ടിട്ട് പോകാമെന്ന് വെച്ചിട്ടാണ് വന്നിരിക്കുന്നത്. We just came to the school. Hello, boy. Yeah. Yeah. You guys work. Yeah. You are home now. This is now it is cool. Oh, the kids are now on lunch break. അവർ വന്നിട്ട് അവിടെ ക്യൂ നിന്നിട്ട് ഫുഡൊക്കെ വാങ്ങുവാണ്. മസൈമാരല്ല ട്രൈബ്സ് കുട്ടികളാണ് ഇതെല്ലാം. നമ്മളെ കണ്ടിട്ട് വളരെ അതിശയത്തോടുകൂടി കണ്ടിങ്ങനെ നിൽക്കുകയാണ്. ഹായ്, യു സ്പീക്ക് ഇംഗ്ലീഷ്? നോ ഇംഗ്ലീഷ്? യു നോ ഇംഗ്ലീഷ്? വാവ്, വിച്ച് ഗ്രേഡ് യു ആർ സ്റ്റഡിങ്? Grade 5. Yeah. Where is your home? Nearby? Here, nearby your home? So you come by walk? No, yes. By Using transport. oh, they are giving transport. Great. Hello. You play football? Yes. Super. So you have facility here for football. Yes. You're good footballers. You are good footballers. Super. Future footballer. Yeah. Maybe you will be Mbappe. Yeah. Enough. Good. You also very smart. Like it? So now this is a lunch break or what? Now is the lunch break. This is. It's a short break. Yes. So what you are having? This is a drink like water or normal water? This tea. Huh? Tea. They're giving tea. Okay. We drink breakfast. Oh, super. So up to what time your class going on? At 6. 4 o'clock? Yes. Okay. Yeah. The kids all are with me. Mazai kids. Super. Are very far from their homes. So all the kids that will be going to high school will have to stay there. So we are having girls' school, boys' school, and some few mixed. So for them to complete, there has to be only a The school headmaster for and girls room and a ആണ്. high school for boys. ഈ സ്കൂളിൻ്റെ So around ഹെഡ്മാസ്റ്റർ here, ആണ്. about 10-15 kilometers, a high school for boys. So, This is mixed, right? yeah, this is a mixed school. It's a primary school and a junior school to grade 9. So because it is a village school, we have to mix them. But at a certain level where girls grow, we have to keep them in school as a boarding section so that we protect them from cultural practices where some girls are being married off, boys also getting out of school to go and look after cows, others get into businesses to get some money to support their families. So we have a boarding section here where they stay until the end of the term. They go home for 2 weeks, they come back again until the end of the year. So that's how we keep in making sure that they are in school. Yeah. So the medium is English, is it? Yes.
Do you teach that local language also? Local language, we teach Kiswahili as a local language and English. Those are the two languages we teach here. And then we teach sciences, we teach religion, we also teach mathematics, so History, geography. history and geography. Yeah. And do you Yeah, we call it expose social the computers also? Yeah, we also have a computer lesson in the middle school where grade 7, 8 and 9 are there. Ah, okay. Yes. Yeah. Thank you so much. Yeah. You are the So pleased. Yes, you are the headmaster of this yes, place, I right? am the head teacher, I'm the principal of the school, in Turisho School. And we are happy to have you, Jane. Yeah. in our Thank you. school. It's a pleasure. It's a pleasure. Thank It's you. a pleasure. Thank you. Yeah, thank you so Definitely we will meet again. much. Actually, Sure. this is just a beginning. Yeah. Thank you. Thank you so much. അപ്പോൾ അവർ കളിക്കാൻ പോവാണ് കുട്ടികൾ. അവർക്ക് ഈ പീരീഡ് PT പീരീഡാണ്. എല്ലാവരും കളിക്കാനായിട്ട് ഓടുന്നു ഗ്രൗണ്ടിലോട്ട്. യെസ് ദാറ്റ് ഈസ് ഗ്രേറ്റ്. നമ്മുടെ ആ PTA സമയമില്ലേ, എത്ര സന്തോഷത്തോടു കൂടിയാണ് പിള്ളേർ ഇറങ്ങി ഓടുന്നു. നോക്കി നമ്മൾ കള്ളനും പോലീസും ഒക്കെ കളിച്ചിരുന്ന സമയമുണ്ട്. ഹായ്, ഇതാണ് ക്ലാസ് റൂം. Their work is majorly playing, Yeah. drawing, things. Hi. So these Hello. are the youngest ones. This is the youngest kids. Good morning. Hello. Hello everybody. Asante, Jumbo. Hi. Jumbo. Yeah. Very good. That's super. She's Madam Gladys, and this class is taught by only one teacher throughout the year, so that she can be able to bond with the children, know their problems one-on-one. So she will be here for this year. Then she will take them to upper grade of next year. So she will be here. She will be with them for 2 years. Then after then, she will release them to the other class, grade 1, where another teacher will pick, and the other teacher will take them for 3 years. So after the 3rd year, when they get grade 4, that is when the other teachers will now come and teach different subjects according to their specialization. But here, Perfect. she's the one Taking care of everything. Yes, she's taking care of all subjects. All So subjects. this teacher must be knowledgeable in all areas, No area. because she's the one to take care of them all the time. Yeah. And Can I ask a question? Yes. ഫ്രീ പീരീഡാണ് PT പീരീഡ്. അപ്പം PT പീരീഡ് ആയതിനാൽ ഇവരെല്ലാം കളിക്കാൻ വേണ്ടി പോവാണ്. അപ്പം ഒരു ചെറിയ കമ്പ് ടീച്ചറിൻ്റെ കയ്യിലുണ്ട്, കൺട്രോൾ ചെയ്യണ്ടേ. ഹലോ. ഓ, കണ്ടുകൊണ്ടിരിക്കുന്ന മസായിമാരിലെ ഒരു ഗവൺമെൻറ് സ്കൂളിലെ കുട്ടികളെയും അവിടുത്തെ ടീച്ചർമാരെയൊക്കെയാണ്. ഇപ്പോൾ ഇവിടെ എന്തോ ഡ്രില്ലിങ് എന്തോ നടക്കുക, കുട്ടികളെ ഓടിപ്പിക്കുക ചുറ്റിനിട്ട്. ഇവരുടെ PTA പീരീഡാണ്. Don't touch the wall. That one's electrical. Children know not to touch it. Yeah, they know. Just pass through the gates. They don't touch the door. പറയുന്നത് ഇത് മുഴുവൻ ഫെൻസ് ചെയ്തിരിക്കുകയാണ്. കാര്യം ഇവിടെ ഈ ആനിമൽസ് എല്ലാം വരുന്ന ഏരിയയാണ്. അത് കാരണം കുട്ടികൾക്ക് സെക്യൂറിന് വേണ്ടി അവിടെ എല്ലാം ഫെൻസ് ചെയ്തിട്ടുണ്ടെന്ന്. അതിനകത്തൊക്കെ ഇലക്ട്രിക് ഷോക്ക് അത് കണക്ഷനിലുണ്ട്. കുട്ടികളുടെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയാണ് അത് ഫെൻസ് ചെയ്തിരിക്കുന്നത് അത്രേ. അതാണിപ്പോൾ അദ്ദേഹം പറഞ്ഞത്. ഓക്കെ, ഇറ്റ്സ് നൈസ്. നമ്മുടെ യാത്ര തുടരുകയാണ്. സ്കൂളെല്ലാം കണ്ടു, അവിടുത്തെ കുട്ടികളെ കണ്ടു. അതിന് ശേഷം നമ്മൾ മസൈമാരിലെ നാഷണൽ പാർക്കിലോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മളിപ്പം അതിനോട് അടുത്തു എന്ന് തന്നെ പറയാം. ഇപ്പോൾ ഉടൻ തന്നെ അവിടെ എത്തും.
Masai art today. You see this place? This side is a park. So, this is you are saying 1,000. This is 1,000. Yeah, 2,000. This one, okay. Okay, but I don't have money now. We'll come back. I want currency. I come back to you. I will. No problem. This, me, I go home. You go. You are home nearby. Yeah, I go home. Yeah, so no problem. We will come. Buy one, take But one. we don't have money. 2,000 for two. No, I don't have. Take for 1,000 for this for two. 20 for two. ഇവിടുത്തെ ലോക്കൽ മസായികളാണിത്. ഇവരവരുടെ കയ്യിലുള്ള കരകൗശല ഐറ്റങ്ങൾ വിൽക്കാനുള്ള ശ്രമത്തിലാണ്. നമ്മളങ്ങനെ മസായി പാർക്കിലെത്തി. Boom, you eat a wild animal. Oh, really? Yeah, it's not good. If I could have eat, You don't eat the deer. പന്നികൾ കഴിക്കുന്നുണ്ട്. if I could have eat, മസായികൾ ഈ മൃഗങ്ങളെ ഒന്നും കൊന്ന് തിന്നില്ല എന്നാണ് ഗൈഡ് പറയുന്നത്. മസായിമാർ നാഷണൽ പാർക്കിലോട് കയറുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് ഈ വൈൽഡ് ബീസ്റ്റിനെയും അതുപോലെ അതിൻ്റെ കൂട്ടങ്ങളെയാണ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നതും ഇതിൻ്റെ മൈഗ്രേഷനാണ്. ഇഷ്ടംപോലെ ജിറാഫിനെ കാണുന്നു. ഇതിപ്പോൾ നമ്മൾ തൊട്ടടുത്താണ് ഇതൊക്കെ കാണുന്നത്. നമ്മൾ റിസോർട്ടിനുള്ളിലോട്ട് കയറിയിട്ടില്ല. അതിന് മുമ്പുള്ള കാഴ്ചകളാണ് ഈ കാണുന്നതൊക്കെ. ഇഷ്ടംപോലെ ജിറാഫ് എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ ജിറാഫ്. അതിൻ്റെ ഒരു ഭയങ്കര കൂട്ടം തന്നെ നമ്മളിപ്പം ഇവിടെ കാണുന്നുണ്ട്. No, honestly, I want my camera. നമ്മുടെ റിസോർട്ടിലെത്തി. നമ്മൾ വെയിറ്റ് ചെയ്യാണ് എല്ലാവരും എത്താൻ. I would sit here like I just actually here. Just for comfort. ഓക്കെ. Hi, learning. All right. ഓ ഗുഡ്. അസറ സോഫിയയിലെത്തി. നമ്മൾ അസറ സോഫിയയിലാണ് നമ്മുടെ ഗ്രൂപ്പ്. ജംബോ 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 ജംബോ. I'm just dancing my way in. We did. Jumbo, jumbo, jumbo. മസായിസ് ഇവിടെ ഇരുന്ന് ഓരോന്ന് വിൽക്കുന്നുണ്ട്. ഇത് കാടാണ്. ഇവിടെയൊക്കെ സിംഹവും എല്ലാം വരുമെന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. ഇതിപ്പോൾ നമ്മുടെ റൂമിലോട്ട് നമ്മൾ പോവാണ്. ഇത് പക്ക കാടാണ്. ഇപ്പം നമ്മളെ ഫോളോ ചെയ്തിട്ട് വരുന്നുണ്ട്. ഒരു സംഭവം ഇവിടെ ഉള്ളതെന്ന് വെച്ചാൽ റൂമിൽ ചെന്ന് കഴിഞ്ഞാൽ തിരിച്ചൊറ്റയ്ക്ക് ഇങ്ങോട്ടുള്ള വരവ് നടക്കത്തില്ല. കാര്യം ഇതിനിടയിലൊക്കെ ആരെങ്കിലുമൊക്കെ കാണും. ഇപ്പം പണി പാളും. നമ്മുടെ സ്വാതന്ത്ര്യം പോയി. അപകടകരമായ അവസ്ഥ എന്ന് പറഞ്ഞാൽ റൂമിൽ കൊണ്ട് വിട്ടു കഴിഞ്ഞാൽ ഇവർ പറയാതെ വരവ് നടക്കത്തില്ല. തുളസി ഉണ്ടോ? കാട്ടുതുളസി അല്ല, ഇത് നമ്മുടെ തുളസിയാ. ഓ, ഇത് നമ്മുടെ തുളസിയാ. തുളസിയുടെ മണം തന്നെ. അപ്പം അങ്ങനൊരു വലിയ പ്രശ്നമുണ്ട്. നമ്മളിനി 3-4 ദിവസം താമസിക്കുന്ന നമ്മുടെ വീടാണിത്. ഇത് നമ്മുടെ സുഹൃത്ത് അനിൽ. ഇത് ഞങ്ങളുടെ റൂം. ഇതാണ് ഞങ്ങളുടെ റൂം. ഇവിടെ സെക്യൂരിറ്റികൾ ഇപ്പോൾ നിൽപ്പുണ്ട് ഈ റിസോർട്ടിൻ്റെ. ഇവർ പറഞ്ഞത് രാത്രിയിൽ നമുക്ക് 9:30 മണി വരെയാണ് നമ്മളിവിടെ കറങ്ങുന്നത്. അതിന് ശേഷം അവർ പോവും. അത് കഴിഞ്ഞാൽ പിന്നെ വെളിയിലോട്ട് ഇറങ്ങാൻ പാടില്ല. കാര്യം ഇവിടെ ഈ കാണുന്ന ഈ ഭാഗത്തൊക്കെ സിംഹം വരും. സിംഹം വരാം, ഹിപ്പോസ് വരാം, അതുപോലെ തന്നെ ഹൈനാസ് വരാം. അതുകൊണ്ട് നിങ്ങളിവിടെ രാത്രിയിൽ ഇരിക്കാൻ പാടില്ല. നിങ്ങൾ റൂമിനകത്തിരുന്നോണം. വെളിയിലിറങ്ങാൻ പാടില്ല. ഇൻ കേസ് നിങ്ങൾക്ക് വെളിയിൽ ഇറങ്ങണമെന്നുള്ള ഒരു ആവശ്യം തോന്നിയാൽ നിങ്ങൾ റിസപ്ഷനിൽ വിളിക്കുക. അവരുടെ സെക്യൂരിറ്റി വന്നതിന് ശേഷം മാത്രം നിങ്ങൾക്ക് ഇവിടെ വെളിയിലിറങ്ങാം. നിങ്ങൾക്ക് ഇവിടെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ സെക്യൂരിറ്റി വന്നിരിക്കണം. അതാണ് ഇവിടുത്തെ ഒരു രീതി.
Because lions and Yeah. lions and hippos and everything else can attack us, right? Yeah. So what do we have to do? You can sit here by the watch of our security guys. Okay, If they are not around, you are not supposed to sit here. really? Yeah, because It's of- that dangerous. It's very dangerous. You Very have to dangerous. animals roaming around here. And if I want to come to the lodge, I have to call Yeah, you. you call. അപ്പം ഞാൻ പറഞ്ഞതൊക്കെ അവരിപ്പം എന്തേ പുള്ളിയോട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇതൊക്കെ മസായിസാണ്, ഇവിടുത്തെ ലോക്കൽസാണ്. ഇവരെല്ലാം ഇവിടുത്തെ ആൾക്കാരാണ്. Okay, we got our main security guy. ഇതിപ്പോൾ നമ്മുടെ ഒരു ഗ്രൂപ്പിലെ 2 പേരാണ്, 2 ടീമാണ് ഇവിടെ താമസിക്കുന്നത്. അപ്പുറം വേറെ 2 ടീം താമസിക്കുന്നുണ്ട്. പിന്നെ ഇതിനപ്പുറം വേറെ. ഇത് ഒരു റിവർ ക്രോസിങ് ഏരിയ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എപ്പോഴും മൃഗങ്ങൾ കാണും. കാര്യം വെച്ചാൽ ഈ ഒരു റിവറിൽ വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട് മൃഗങ്ങൾ വരുന്നതാണ്. അപ്പോൾ ഇത് ഒരു വളരെ സ്പോട്ടി ഏരിയ ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് വെരി കെയർഫുൾ ആയിരിക്കണം. ഇവിടെ ഡേഞ്ചറസ് മൃഗങ്ങളാണ് ഏറ്റവും കൂടുതൽ വരുന്നത് അത്രേ. അപ്പോൾ എങ്ങനെയാണെന്നൊക്കെ അറിയില്ല. ഏതായാലും 3-4 ദിവസം ഇവിടെ ഉണ്ട്. ലെറ്റ് സി. ഞാൻ എന്തായാലും റൂമിന് വെളിയിൽ ഇറങ്ങില്ല. നമ്മുടെ റൂം ഈ ഒരു റിവറിൻ്റെ തൊട്ട അരികിലാണ്. നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ റിവർ കാണാം, കുറച്ച് മുന്നോട്ട് പോയി നിന്നാൽ. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. മസായി മാറയിലെ കൂടുതൽ കാഴ്ചയും റിസോർട്ടിൻ്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.